വിഷ്ണു ശാലിനിയുടെ മഹാ എപ്പിസോഡിൻ്റെ രണ്ടാം ഭാഗത്തിൽ ബോധമില്ലാതെ അബോധാവസ്ഥയിൽ കിടക്കുന്ന സത്യഭാമയുടെ അടുത്തേക്ക് ആകെ വിഷമത്തോടു കൂടി വിഷ്ണു ചെന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് സത്യഭാമയുടെ നെറ്റിയിൽ ഉമ്മയൊക്കെ കൊടുക്കുകയാണ് സ്നേഹത്തോടു കൂടി. അന്നേരവും സത്യഭാമ പ്രീതി പ്രീതി എന്നാണ് വിളിക്കുന്നത്. പക്ഷേ വിഷ്ണു അമ്മയെന്ന് വിളിക്കുമ്പോൾ സത്യഭാമ വിളി കേൾക്കുന്നില്ല. പിന്നെയും പ്രീതി പ്രീതി എന്ന് വിളിച്ചുകൊണ്ടാണ് സത്യഭാമ മയക്കത്തിൽ കിടക്കുന്നത്. ഇതൊക്കെ കണ്ട് ആകെ വിഷമിച്ച് വാതിൽക്കൽ തന്നെ ശാലിനി നിൽപ്പുണ്ട്. ഇതേസമയം വസുമതി ചിത്രയും കൂട്ടി കാറിൽ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി സത്യഭാമയുടെ അടുത്തേക്കാണോ എന്നുള്ളത് കാണാം. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീടാണ്. അവിടെ തിരികെ വീട്ടിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് ശാരിക. അന്നേരം ഇനി തിരിച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ കൃഷ്ണൻകുട്ടിയും വിജയലക്ഷ്മിയും എന്തെങ്കിലും പറയുമോ എന്നൊക്കെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം തലയ്ക്ക് മുകിതേ വെള്ളം വന്നാൽ അതിന് മേലത്തെ തോണി എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, അതൊന്നും ഞാൻ വലിയ കാര്യമാക്കുന്നില്ല എന്ന് ശാരിക പറയുകയാണ്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, ശ്യാമ നിന്നെ വിളിക്കാൻ വന്നപ്പോഴുണ്ടായ വിശേഷങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അത്രയ്ക്ക് തൻ്റെ ഇടമൊന്നും വേണ്ട, കുറച്ച് ക്ഷമയൊക്കെ ആകാം, എങ്കിലേ കുടുംബം മുന്നോട്ട് പോവുകയുള്ളൂ എന്ന്. തുടർന്ന് ശാരികയുടെ സംസാരമൊക്കെ കേട്ടിട്ട് എൻ്റെ മോള് ഇത്രയ്ക്കും വളർന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല എന്ന് ശാരദാമ്മ പറയുകയാണ്. തുടർന്ന് ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ ശാരികയെ കുറേ ഉപദേശിക്കുന്നുണ്ട്. അന്നേരം അമ്മയോളം പാവമായാൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. പക്ഷേ എന്നാലും ശാരദാമ്മ പറയുന്നുണ്ട്, പെണ്ണിന് എന്തെങ്കിലും ചീത്തപ്പേര് വന്നാൽ അത് അമ്മയെ കുറ്റം പറയുള്ളൂ, വളർത്തുദോഷം എന്നായിരിക്കും കുറ്റം പറയുന്നത്, അമ്മയ്ക്ക് ആ ചീത്തപ്പേര് മോള് കേൾപ്പിക്കരുത് എന്ന് ശാരദാമ്മ പറയുകയാണ്. അന്നേരം പറയുന്നുണ്ട്, മുഖത്തടിച്ചാൽ മാറി നിന്ന് കരയുന്ന സ്വഭാവം അങ്ങ് മാറ്റിയെന്നേ ഉള്ളൂ, ഞാനായിട്ട് അമ്മയ്ക്കൊരു കുഴപ്പവും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയോടും ശ്യാമയോടും യാത്ര പറഞ്ഞിറങ്ങുകയാണ് ശാരിക അവിടെ നിന്നിട്ട്. തുടർന്ന് ശാരദാമ്മ ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ ശാന്തയെ ഏൽപ്പിച്ചിട്ട് പോകാനിറങ്ങുകയാണ്. അന്നേരം എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വസുമതിയെ ഒന്ന് കാണണം, കൂടെ പ്രീതിയെയും. വേറൊരു അമ്മയുടെ നെഞ്ചിലെ തീ കെടുത്താനായിട്ട് ഇപ്പോൾ കാര്യത്തിൽ ഇടപെട്ടേ മതിയാവോ, അവർ പ്രീതിയെ വെച്ച് എന്തൊക്കെയോ കളിക്കാനാണ് പ്ലാൻ, ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതേസമയം വസുമതിയും ചിത്രയും കൂടി പോലീസ് സ്റ്റേഷനിലേക്കാണ് എത്തുന്നത്. അവർ വിഷ്ണുവിനെ പറ്റി പരാതി കൊടുക്കാനാണ് ചെന്നത്. അന്നേരം ഭവനഭേദനവും വീട് കയറി ആക്രമണവും വധശ്രമവും ഒക്കെ ഉണ്ടെന്ന് പരാതി എഴുതുന്ന പോലീസുകാരനോട് വസുമതി പറയുന്നുണ്ട്. അന്നേരം വകുപ്പുകളൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാമെന്ന് പോലീസ് പറയുകയാണ്. തുടർന്ന് ഞാനൊരു അഡ്വക്കേറ്റിൻ്റെ അമ്മയാണ്, അതുകൊണ്ടാണ് വകുപ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് എന്ന് പരാതി പെട്ടെന്ന് നടപടി എടുക്കണം എന്നൊക്കെ വസുമതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പുതിയ CI വരുന്നുണ്ടെന്ന് വേറൊരു പോലീസ് കോൺസ്റ്റബിൾ വന്ന് പറയുന്നത്. അന്നേരം കൃത്യം 10 മണിക്ക് സാർ എത്തിയിരിക്കും, കടുവ ഉടനെ എത്തിയിരിക്കുമെന്ന് പറയുകയാണ്. അന്നേരം കടുവ എന്ന് ചോദിക്കുകയാണ്. അന്നേരം CI സഹദേവനാണ് പുതിയ സർക്കിളായിട്ട് ചാർജ് എടുക്കുന്നത്. എന്നിട്ട് ആ പോലീസിൻ്റെ പുതിയ സാഹസികതയെ പറ്റിയൊക്കെ വാദോരാതെ കോൺസ്റ്റബിൾ സംസാരിക്കുന്നുണ്ട്. തുടർന്ന് അതൊന്നും വസുമതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇതിനിടയ്ക്കൊക്കെ പുതിയ സർക്കിള് ജീപ്പിൽ വരുന്നതൊക്കെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. തുടർന്ന് CI കുറിച്ചൊക്കെ ആ കോൺസ്റ്റബിൾ അങ്ങ് വാദോരാതെ പറയുന്നത് ഇഷ്ടപ്പെടാതെ വസുമതി പറയുകയാണ്, എൻ്റെ പരാതി ഉടനെ സ്വീകരിക്കണമെന്ന്. അന്നേരം ഞങ്ങളൊരു കാര്യം സംസാരിക്കുന്നത് കേട്ടില്ലേ, അവിടെ അടങ്ങിയിരിക്കാനായിട്ട് കോൺസ്റ്റബിൾ പറയുകയാണ്. അന്നേരം ഞാനൊരു അഡ്വക്കേറ്റിൻ്റെ അമ്മയാണ്, ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കിട്ടിയാൽ എത്ര സമയത്തിനകം അതിന് പരിഹാരം കാണണമെന്നൊക്കെ എനിക്കറിയാം, കൂടാതെ ഞാനൊരു രാജകുടുംബത്തിൽ പെട്ട ആളാണ്, ഇപ്പോൾ ഇവിടെ രാജഭരണം ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട് ഭരിക്കേണ്ടത് ഞങ്ങളായിരുന്നു എന്നൊക്കെ അങ്ങ് തന്നെ പറ്റി അങ്ങ് പുകഴ്ത്തി സംസാരിക്കുകയാണ് വസുമതി. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് എൻ്റേതായ റൈറ്റ് ഉണ്ട് എന്ന് വസുമതി പറയുമ്പോൾ, റൈറ്റ് പൗരാവകാശം അതല്ലേ, പക്ഷേ ഇന്ന് മുതൽ ഈ സ്റ്റേഷൻ പരിധിയിൽ അങ്ങനെ ഒരു വാക്കില്ല. ചെന്ന സ്ഥലങ്ങളിലൊക്കെ മൊത്തം വിറപ്പിച്ച ആളാണ്, അവിടെ എന്ത് നടക്കണം എങ്ങനെ നടക്കണം എന്നൊക്കെ ഇനി CI സഹദേവൻ സാറാണ് തീരുമാനിക്കുന്നത് എന്ന് കോൺസ്റ്റബിൾ വസുമതിയോട് പറയുകയാണ്. അന്നേരം ഒരു നിമിഷം ചിന്തിച്ച് ഒരു പേടിയൊക്കെ വരികയാണ് വസുമതിക്ക്. തുടർന്ന് പരാതി എഴുതാനിരിക്കുന്ന പോലീസുകാരൻ പറയുന്നുണ്ട്, നിങ്ങളുടെ പരാതി എന്താണെന്ന് പറയാൻ. അന്നേരം ചിത്ര പറയുകയാണ്, പരാതി പറഞ്ഞാലും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നീതി കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല, പ്രതിയുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മുട്ട് വിറയ്ക്കുമെന്ന്. അന്നേരം പോലീസുകാരൻ കളിയാക്കുകയാണ്, മുട്ടയെന്ന് വിരിഞ്ഞതല്ലേ ഉള്ളൂ കൊച്ചേ, കുറേ തെലുങ്ക് സിനിമകളൊക്കെ കണ്ടിട്ട് അതുപോലെയാണോ കേരള പോലീസ് എന്ന് വിചാരിക്കുന്നത്, നിങ്ങൾ പരാതിക്കാരൻ്റെ പേരും മേൽവിലാസവും ഒക്കെ പറയാൻ. അന്നേരം അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് ചിത്രയെന്ന് വസുമതി പറയുകയാണ്. തുടർന്ന് രാഘവൻ നായരുടെയും സത്യഭാമ മകൻ വിഷ്ണു എന്ന് ചിത്ര പറയുമ്പോൾ അങ്ങ് വാവിളിച്ച് പരസ്പരം നോക്കുകയാണ് രണ്ട് കോൺസ്റ്റബിൾമാരും തമ്മിൽ.
തുടർന്ന് ആളിനെ മെനക്കെടുത്താതെ ഒന്ന് പോ കൊച്ചേ എന്ന് ആ കോൺസ്റ്റബിൾ പറയുകയാണ്. അന്നേരം വസുമതി പറയുകയാണ്, ഇത് തന്നെയാണ് അവൾ നേരത്തെ പറഞ്ഞത്, പരാതിക്കാരൻ്റെ പേര് കേട്ടാൽ നിങ്ങളുടെയൊക്കെ മുട്ടു വിറയ്ക്കുമെന്ന്. ഞാൻ ടൗണിൽ ഒരു ബ്യൂട്ടി സലൂൺ തുടങ്ങുന്നുണ്ട്, അവിടെ സാറിന് ഒരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്, കട്ടിങ്ങും ഷേവിങ്ങും എന്ന് പറഞ്ഞ് വസുമതി കളിയാക്കുകയാണ്. അന്നേരം ദേ പെണ്ണുമ്പിള്ളയെന്നും പറഞ്ഞ് ആ കോൺസ്റ്റബിൾ വസുമതിക്ക് നേരെ കൈ ചൂണ്ടുന്നുണ്ട്. അന്നേരം സത്യഭാമയുടെ മകൻ വിഷ്ണുവിനോട് കാണിക്കാത്ത ശൗര്യമൊന്നും എന്നോട് വേണ്ട, സാറിന് പരാതി സ്വീകരിക്കാൻ കഴിയില്ലെങ്കിൽ അത് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ടെങ്കിൽ തന്നാൽ മതി എന്ന് വസുമതി പറയുകയാണ്. അന്നേരം അങ്ങനെയൊന്നും തരാൻ പറ്റില്ല എന്ന് ആ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്. ഇതേ സമയം സി സഹദേവൻ ക്യാബിനിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം ഈ സംസാരമൊക്കെ സി കേൾക്കുകയാണ്. തുടർന്ന് രാമചന്ദ്രൻ എന്ന കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് ആ പരാതിക്കാരോട് ഇങ്ങോട്ട് വരാനായിട്ട് സി സഹദേവൻ പറയുകയാണ്. തുടർന്ന് കോൺസ്റ്റബിൾ വസുമതിയോട് പറയുകയാണ്, കടുവാ സാറ് വിളിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ലേ നേരത്തെ പോകാനായിട്ട്, ഇനിയിപ്പോൾ കിട്ടുന്നത് വാങ്ങിച്ചുകൊണ്ട് പോന്ന്. അന്നേരം കുഴപ്പമാകുമോ അമ്മയെന്ന് ചിത്ര ചോദിക്കുകയാണ്. എന്തോന്ന് കുഴപ്പമാകാൻ എന്ന് പറഞ്ഞിട്ട് ചിത്രയും കൂട്ടി സിയുടെ ക്യാബിനിലേക്ക് വസുമതി എത്തുകയാണ്. തുടർന്ന് സിയുടെ ക്യാബിനിലേക്ക് എത്തുമ്പോൾ അവിടെ എന്തായാലും ബഹളം എന്ന് സി ഐ ചോദിക്കുന്നുണ്ട്. അന്നേരം നമ്മളൊരു പരാതി പറയാനാണ് വന്നത് എന്ന് ചിത്ര പറയുകയാണ്. അന്നേരം സത്യഭാമയുടെ മകൻ വിഷ്ണുവിനെതിരെയാണ് പരാതി എന്ന് കോൺസ്റ്റബിൾ പറയുന്നുണ്ട്. ഇവർക്കൊരു തെറ്റ് പറ്റിയതാണ്, ഞാനിവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചയച്ചോളാമെന്ന് ആ കോൺസ്റ്റബിൾ പറയുകയാണ്. അന്നേരം വിഷ്ണു വീട്ടിലേക്ക് കയറി വന്നു, അമ്മയുടെ തലയടിച്ച് പൊട്ടിച്ചു, ഞങ്ങളെല്ലാവരും തടഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അമ്മേനെ എന്ന് പറഞ്ഞ് ആകെ സങ്കടം അഭിനയിക്കുകയാണ് ചിത്ര. തുടർന്ന് ഇതേ സമയം ഇതൊക്കെ കേൾക്കുമ്പോൾ, വിഷ്ണു എന്ന പേര് കേൾക്കുമ്പോൾ സി ഐ സഹദേവൻ ഒരിക്കൽ പണ്ട് കവലയിൽ വെച്ച് വിഷ്ണു തന്നെ അടിക്കുന്നതും പൊതിരെ തല്ലുന്നതുമൊക്കെ ഒന്ന് മനസ്സിൽ കാണുന്നുണ്ട്. തുടർന്ന് സി ഐ പറയുകയാണ്, ഇവർ തിരികെ പോകുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്നും പരാതി എഴുതി വാങ്ങിച്ചിട്ട് വിട്ടാൽ മതി എന്ന്. അന്നേരം എന്താ സാറ് പറഞ്ഞത്, സാറിന് ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ, സാറിൻ്റെ ആദ്യത്തെ കേസല്ലേ ഇതെന്ന് കോൺസ്റ്റബിൾ ഓർമ്മിപ്പിക്കുകയാണ്. അന്നേരം പറയുകയാണ്, താൻ പറമ്പിക്കുളം എന്ന് കേട്ടിട്ടുണ്ട്, ഒരുപാട് ആനയും കടുവയും പുലിയും ഒക്കെയുള്ള സ്ഥലമാണ്, താൻ ഇവരെ ഇന്ന് പരാതി എഴുതി വാങ്ങിച്ചില്ലെങ്കിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഒഴിവുണ്ട്, തന്നെ അങ്ങോട്ട് ഞാൻ സ്ഥലം മാറ്റിക്കളയും എന്ന് സഹദേവൻ പറയുകയാണ്. അന്നേരം ആകെ ഒന്ന് പേടിച്ചിട്ട് കോൺസ്റ്റബിൾ പറയുകയാണ്, ഞാൻ പരാതി എഴുതി വാങ്ങിച്ചോളാമെന്ന്. തുടർന്ന് വസുമതി പറയുകയാണ്, സാർ പരാതി വാങ്ങിച്ചാൽ മാത്രം പോരാ, നടപടിയും ഉണ്ടാകണമെന്ന്. അന്നേരം എന്താ പേര് എന്ന് സഹദേവൻ ചോദിക്കുന്നുണ്ട്. അന്നേരം വസുമതി കുഞ്ഞമ്മ എന്ന് വസുമതി പറയുകയാണ്. അന്നേരം പരാതിക്കാർ പറയുമ്പോൾ നടപടി എടുക്കാനല്ല സി ഐ സഹദേവൻ ഇവിടെ യൂണിഫോം ഇട്ടിരിക്കുന്നത്, വേണ്ട നടപടി ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വസുമതി ദേഷ്യത്തോടു കൂടി സഹദേവൻ സംസാരിക്കുകയാണ്. കേസിനും കോടതി വിധിക്കുമൊക്കെ ഒരുപാട് സമയമെടുക്കും, പക്ഷേ ഈ കേസിൽ ഉടനെ വിധി ഉണ്ടാകും. സത്യഭാമയുടെ മകൻ വിഷ്ണു, അവന് ഞാനുമായിട്ട് പഴയൊരു കണക്ക് ബാക്കിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കണ്ണൊക്കെ ചുവന്ന് കൈയൊക്കെ അങ്ങ് ചുരുട്ടി പിടിക്കുകയാണ് സി ഐ സഹദേവൻ. അന്നേരം വസുമതിക്ക് ബോധ്യമാകുന്നുണ്ട് വിഷ്ണുവിനോട് എന്തോ മുൻവൈരാഗ്യം സി ഐക്കുണ്ട്, അപ്പോൾ തങ്ങളുടെ കേസിൽ ഉടനെ വിധി ഉണ്ടാകും എന്ന് പറഞ്ഞ് നോക്കിയങ്ങ് വിജയിച്ച മട്ടിൽ നിൽക്കുകയാണ് ചിത്രയും വസുമതിയും കൂടി. തുടർന്ന് കാണിക്കുന്നത് വിജയലക്ഷ്മിയുടെ വീട്ടിലേക്ക് ശാരിക തിരികെ വരികയാണ്. അന്നേരം വീട്ടിലേക്ക് കയറാൻ പോകുമ്പോൾ വസുമതിയല്ല വിജയലക്ഷ്മി ഒന്ന് ദേഷ്യപ്പെടുകയാണ്. നിന്നോട് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞ സ്ഥലത്താണ് നീ പോയിരിക്കുന്നത്, ഈ പടി നീ കടക്കരുത്, ഇറങ്ങി പോടിയെന്നും പറഞ്ഞ് ശാരികയെ വിജയലക്ഷ്മി വഴക്ക് പറയുന്നുണ്ട്. അന്നേരം ശാരിക ഒന്ന് രൂക്ഷമായിട്ട് നോക്കുമ്പോൾ, എന്തിനാടി നോക്കി പേടിപ്പിക്കുന്നത്, നിന്നോട് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് വീണ്ടും വിജയലക്ഷ്മി ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം ഈ പടി കടന്നാലല്ലേ കുഴപ്പമുള്ളൂ, എനിക്ക് ഇവിടെ തന്നെ നിൽക്കാമല്ലോ എന്ന് പറഞ്ഞ് മുറ്റത്ത് തന്നെ ശാരിക നിൽക്കുകയാണ്. എന്നാൽ പിന്നെ അവിടെ തന്നെ നിന്നോന്നും പറഞ്ഞ് ദേഷ്യത്തോടെ വിജയലക്ഷ്മി അകത്തേക്ക് കയറി അങ്ങ് കതകടക്കുകയാണ്. ഇതേ സമയവും ബോധം വീഴാതെ കിടക്കുന്ന സത്യഭാമയുടെ അടുത്തങ്ങ് സ്നേഹത്തോടെ ഇരുന്ന് കയ്യിലൊക്കെ തലോടുകയാണ് വിഷ്ണു. എന്നിട്ട് പറയുന്നുണ്ട്, പ്രീതിയെ കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിച്ചില്ലമ്മേ, അമ്മ എന്നോട് മാപ്പാക്കണം എന്നൊക്കെ വിഷ്ണു സങ്കടത്തോടെ പറയുന്നുണ്ട്. അന്നേരം അടുത്ത് തന്നെ നിൽക്കുകയാണ് ശാലിനിയും സുസ്മിതയും, തൊട്ടടുത്ത് വീൽ ചെയറിൽ രാഘവൻ നായരും. തുടർന്ന് കോൺസ്റ്റബിളിനെയും കൂട്ടി സി ഐ സഹദേവൻ എവിടേക്കോ ജീപ്പിൽ പുറപ്പെടുകയാണ്. അന്നേരം ഡ്രൈവർ എവിടേക്കാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം വണ്ടിയിൽ ഫുൾ ടാങ്ക് ഉണ്ടല്ലോ, തൻ്റെ വീട്ടിൽ നിന്നും അല്ലല്ലോ ഒന്ന് ഡീസൽ അടിക്കുന്നത്, സഹദേവൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ വണ്ടി ഒന്ന് ഇളകണം, പിന്നെ മയക്കുവെടി വയ്ക്കേണ്ടത് വെറും കൊമ്പനെയല്ല, അരിക്കൊമ്പനെയാണ്, എല്ലാവരെയും ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് മീശയൊക്കെ ചുരുട്ടി ഫ്രണ്ട് സീറ്റിൽ അങ്ങനെ ഇരിക്കുകയാണ് സി ഐ. തുടർന്ന് സത്യഭാമയുടെ അടുത്തിരിക്കുന്ന വിഷ്ണു, കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ വരാമെന്നല്ലേ പറഞ്ഞത്, ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാമെന്നും പറഞ്ഞ് എഴുന്നേൽക്കുകയാണ്. അന്നേരം സത്യഭാമ വിഷ്ണുവിൻ്റെ കയ്യിലങ്ങ് പിടിക്കുകയാണ്. നോക്കുമ്പോൾ സത്യഭാമയ്ക്ക് ബോധം വീണിട്ടുണ്ട്. വിഷ്ണു അമ്മയെന്ന് വിളിക്കുമ്പോൾ പ്രീതി എന്ന് സത്യഭാമ വിഷ്ണുവിനെ നോക്കി വിളിക്കുകയാണ്. അന്നേരം വിവരം അറിയിച്ചിട്ടുണ്ട്, ഉടനെ പ്രീതി വരുമെന്ന് വിഷ്ണു പറയുകയാണ്. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി നുണ പറയുന്നതാണല്ലേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അങ്ങ് മയക്കത്തിലേക്ക് വീഴുകയാണ് ഭാമ.
അന്നേരം ഉറപ്പായിട്ടും വരും സത്യാമ്മയെന്ന് ശാലിനിയും പറയുന്നുണ്ട്. ഈ സമയത്താണ് CI സഹദേവനും പോലീസുകാരും കൂടി വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. അന്നേരം വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, സാറേ ഇത് തീക്കളിയാണെന്ന്. അന്നേരം വെള്ളത്തിൽ കളിച്ച് മടുത്തടോ, ഇനിയിപ്പോൾ കുറച്ച് തീക്കുണ്ടത്തിൽ കളിക്കാം വാ എന്നും പറഞ്ഞിട്ട് അവരെയും കൂട്ടി അകത്തേക്ക് കയറുകയാണ് CI സഹദേവൻ. തുടർന്ന് സിറ്റൗട്ടിലേക്ക് കയറിയ ശേഷം ഡാ വിഷ്ണു വിഷ്ണു എന്ന് CI ഉറക്കെ വിളിക്കുന്നുണ്ട്. അന്നേരം കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, കോളിംഗ് ബെല്ലുണ്ടെന്ന്. ആ ശവത്തിന് ഈ കോളിംഗ് ഒക്കെ മതിയെന്ന് പറഞ്ഞ് വീണ്ടും തുടരെ വിഷ്ണു എന്ന് വിളിക്കുകയാണ് CI. അന്നേരം ഇത് വിഷ്ണുവും ശാലിനിയും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. പുറത്താരോ വന്നിട്ടുണ്ടെന്ന് രാഘവൻ നായർ പറയുമ്പോൾ ഞാൻ നോക്കിയിട്ട് വരാം അച്ഛാ എന്ന് പറഞ്ഞിട്ട് സത്യഭാമയുടെ കയ്യങ്ങ് വിടിയിച്ചിട്ട് ശാലിനിയോട് നോക്കിക്കൊള്ളണേന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് വിഷ്ണു. തുടർന്ന് വിഷ്ണു പുറത്തേക്ക് വരുമ്പോൾ CI അങ്ങ് തിരിഞ്ഞു നിൽക്കുകയാണ്. അന്നേരം കോൺസ്റ്റബിളിൽ നിന്നൊക്കെ തലയാക്കി കൈയൊക്കെ കാണിച്ചിട്ട് വിഷ്ണു സഹദേവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് സഹദേവൻ അങ്ങ് തിരിഞ്ഞിട്ട് സഹദേവനാണ് വിഷ്ണു മോനെ എന്ന് വിഷ്ണുവിനോട് പറയുകയാണ്. അന്നേരം സഹദേവനെ കണ്ട് ആദ്യം ദേഷ്യമൊക്കെ വന്നിട്ട് സഹദേവനാണ് വിഷ്ണു മോനെ എന്ന് CI പറയുമ്പോൾ വിഷ്ണു അങ്ങ് സഹദേവനെ നോക്കി അങ്ങ് കുലുങ്ങി ചിരിച്ചു നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ഒരിക്കൽ സത്യഭാമയുടെയും രമണൻ പിള്ളയുടെയും കൂടെ വെച്ച് കവലയിലിട്ട് വിഷ്ണു CIയെ അടിക്കുന്നതൊക്കെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. ഇത്രയുമാണ് മഹാ എപ്പിസോഡിൻ്റെ 2ാം ഭാഗം. ഓക്കെ, താങ്ക് യു.